ആദ്യം നമ്മുടെ സ്പോഞ്ച് കേക്ക് റെഡിയാക്കാനായിട്ട് 1 കപ്പ് മൈദ എടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ 1 നുള്ളു ഉപ്പ്, ഇതാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ബേക്കിംഗ് സോഡ ചേർത്തിട്ടില്ല. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊരു 1-2 പ്രാവശ്യം അരിച്ച് മാറ്റി വെക്കാം. ബേക്കിംഗ് സോഡ ചേർക്കാതെ നമുക്ക് സ്പഞ്ച് കേക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇനി ബേക്കിംഗ് സോഡ ചേർക്കുന്ന ആ ഒരു ടെക്സ്ചറാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി കേക്ക് ബാറ്റർ റെഡിയാക്കാനായിട്ട് ഒരു 4 മീഡിയം സൈസുള്ള മുട്ടയാണ് എടുത്തിട്ടുള്ളത്. വലിയ മുട്ടയാണെങ്കിൽ ഒരു 3 എണ്ണമൊക്കെ തന്നെ മതിയാകും. മുട്ട എടുക്കുന്ന സമയത്ത് എപ്പോഴും പറയുന്ന പോലെ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് എടുക്കരുത്, റൂം ടെമ്പറേച്ചറിലുള്ള സമയത്ത് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം ഈ മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് പതപ്പിച്ചെടുക്കണം. എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മൾ കേക്ക് നല്ല സോഫ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ മുട്ട അത്യാവശ്യം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഒരു 5-6 മിനിറ്റ് നന്നായിട്ട് ഇതുപോലത്തെ ബീറ്റർ ആണെങ്കിൽ നന്നായിട്ട് പതപ്പിച്ചെടുത്താലാണ് കേക്ക് നല്ല സോഫ്റ്റായി കിട്ടുക. അത്യാവശ്യം ഒന്ന് പതഞ്ഞ് വരുന്ന സമയത്ത് ഇതിലേക്ക് പഞ്ചസാര പൊടിച്ചതോടെ ചേർക്കണം. ബീറ്റ് ചെയ്ത് ഈ ഒരു രീതിയിലാവുന്ന സമയത്ത് ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർക്കുക. പൊടിച്ചിട്ടുള്ള പഞ്ചസാരേൻ്റെ അളവാണ് 1 കപ്പ് എന്ന് പറയുന്നത്. അത് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് അതുകൂടെ ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. മൊത്തത്തിൽ മുട്ട ഇതുപോലെ നന്നായിട്ട് പതപ്പിച്ച് നല്ല ഒരു ക്രീമി രൂപത്തിലാക്കി എടുക്കുകയാണെങ്കിൽ ആ ഒരു മുട്ടയുടെ സ്മെല്ല് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് മുട്ടേൻ്റെ മണമൊക്കെ മുൻപിൽ നിൽക്കുന്നതൊക്കെ ആ ഒരു പ്രശ്നമൊക്കെ ഒഴിവായി കിട്ടും. ഇങ്ങനെ ആകുമ്പോൾ നല്ല സോഫ്റ്റായി കിട്ടുകയും ചെയ്യും. ഈ സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ്, ഈ കേക്ക് ഒരു ആൽമണ്ട് ബട്ടർ സ്കോച്ച് കേക്ക് ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂണിൻ്റെ അടുത്ത് ബദാം മിക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് റെഡിമെയ്ഡായിട്ട് ഒരു എസൻസ് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബദാം മിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ മുൻപ് ഒരു സ്ട്രോബെറിയുടെ അതുപോലെ തന്നെ പിസ്തയുടെ ഒക്കെ ഒരു മിക്സ് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ പുഡിങ്ങിനൊക്കെ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇത് ഉണ്ടെങ്കിൽ എടുക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഇത് ഇതിലേക്ക് ഒഴിക്കുന്ന സമയത്ത് ഇതിന് ചെറിയൊരു മഞ്ഞ കളർ കൂടെ കിട്ടും കേക്കിന്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ബട്ടർ സ്കോച്ച് എസൻസ് കയ്യിലുണ്ടെങ്കിൽ ഒരു 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ അതുകൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ശരിക്കും എൻ്റെ കയ്യിൽ ബട്ടർ സ്കോച്ച് എസൻസ് ഇല്ല. ഞാൻ ഒരുപാട് സ്ഥലത്ത് നോക്കി, പക്ഷെ കിട്ടിയിട്ടില്ല. ലുലുവിലും കോപ്പിലൊന്നുമില്ല. അതുപോലെ തന്നെ കേക്ക് ഷോപ്പിൽ ചോദിച്ച സമയത്ത് അവിടെ സ്റ്റോക്ക് ഇല്ലായിരുന്നു. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു 1/2 ടീസ്പൂൺ അതുകൂടെ ചേർത്ത് കൊടുക്കണേ. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ സമയത്ത് ഒരു 1/2 കപ്പ് പാല്, പശുവിൻ പാലാണ്. ചൂടാക്കിയിട്ടുള്ളതല്ല, നല്ല തണുത്തിരിക്കുന്ന പാലാണെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ചൂട് തണിയുന്ന സമയത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓയിലും പാലൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്യേണ്ട. ഇതുപോലെ ഒന്നങ്ങ് ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള മൈദയുടെ കൂട്ട് കുറച്ച് കുറച്ചായി ചേർത്തിട്ട് കട്ടയൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. സ്പൂണൊക്കെ വെച്ച് മിക്സ് ചെയ്യുമ്പോൾ ഒരുപാട് കട്ടയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഇനി ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ കേക്ക് പാനാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ഇത്തിരി മൈദയൊക്കെ തട്ടിയെടുത്ത് റെഡിയാക്കി എടുത്തിട്ടുള്ള കേക്ക് പാനിലേക്ക് റെഡിയാക്കിയിട്ടുള്ള കേക്ക് ബാറ്റർ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക. ബാറ്റർ ഫുള്ളായിട്ട് ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പുറത്തു പോകാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ നമ്മൾ ഉപ്പിട്ടിട്ട് എപ്പോഴും ബേക്ക് ചെയ്യുന്ന ആ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ട് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുള്ള പാത്രമാണിത്. അതിൻ്റെ ഉള്ളിലേക്കാണ് ഇത് ഇറക്കി വെക്കുന്നത്. ഇനി ഓവനിലാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 35 മിനിറ്റ് എന്തായാലും വേണ്ടി വരും ഈ കേക്ക് ബേക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്യാം. ഇതിലിപ്പോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ അടച്ചു വെച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് വളരെ ചെറിയ തീയിലാക്കിയിട്ട് ഒരു 35 അല്ലെങ്കിൽ 45 മിനിറ്റ് വേണ്ടി വരും. ചിലപ്പോൾ ഒരു 50 മിനിറ്റിൻ്റെ അടുത്ത് വേണ്ടി വരും. ഇപ്പോൾ കറക്റ്റ് ഒരു 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കേക്ക് അത്യാവശ്യം ബേക്കായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ സമയത്ത് ഒരു സ്ക്വയർ വെച്ച് നോക്കുന്ന സമയത്ത് ഇതിൽ ബാറ്റർ ഒന്നുമില്ല, ക്ലീൻ ആയിട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ബേക്കായിട്ടുണ്ട്. പിന്നെ ഈ ഒരു കേക്കിൽ നമ്മൾ ബേക്കിംഗ് സോഡ ചേർക്കാത്തത് കൊണ്ട് തന്നെ ഒരുപാട് പൊങ്ങി മുകളിലേക്ക് വരുന്ന ആ ഒരു ടെക്സ്ചർ ഉണ്ടാവില്ല. കറക്റ്റ് ലെവലിലായിരിക്കും ഉണ്ടാവുക. കാരണം ബേക്കിംഗ് പൗഡർ മാത്രമല്ലേ ചേർത്തിട്ടുള്ളൂ. ഇതിന് പുറത്തേക്ക് എടുത്ത് വെക്കുക. ഒരു 5 മിനിറ്റ് കഴിയുന്ന സമയത്ത് ഇത് കേക്ക് ടിന്നിൽ നിന്ന് മാറ്റിയെടുക്കാം. സൈഡ് ഒന്ന് വിടിയിച്ച് എടുത്താൽ മതി. ഈസി ആയിട്ട് തന്നെ കിട്ടും. ഒരു വയർ റാക്ക് ഉണ്ടെങ്കിൽ അതിലേക്ക് കമിഴ്ത്തി എടുക്കുകയാണെങ്കിൽ നല്ലതാണ്. നമ്മുടെ ഈ ഒരു കേക്ക് അടിയിൽ പിടിക്കുന്ന പ്രശ്നം, കരിഞ്ഞു പോകുന്ന പ്രശ്നം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇനി ഇതിൻ്റെ മുകളിലുള്ള ആ ഒരു ബട്ടർ പേപ്പർ അങ്ങ് മാറ്റിക്കളയാം. ഈ കേക്കിന് നല്ലോണം ചൂടാറി തണുത്തതിന് ശേഷം മാത്രമേ ക്രീം ചെയ്യാൻ പറ്റുള്ളൂ. ബേക്കിംഗ് സോഡ ചേർക്കാതെ ഉണ്ടാക്കിയിട്ടുള്ള കേക്ക് ആണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്ക് തന്നെയാണ് കേട്ടോ ഇത്. കാണുന്ന സമയത്ത് തന്നെ നമുക്കിത് മനസ്സിലാകും.
കേക്ക് തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ബട്ടർ സ്കോച്ച് സോസ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ടൊരു 1/2 കപ്പ് പഞ്ചസാര ആദ്യം ഒന്ന് കാരമൽ ചെയ്തെടുക്കുക. കാരമൽ ചെയ്യുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു 1-1.5 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊരു സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കുകയൊന്നും വേണ്ട, വളരെ ചെറിയ തീയിൽ ഇതുപോലെ വെച്ച് കൊടുത്ത് ഇടയ്ക്കൊന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ചെറുതായിട്ട് കളർ ഇങ്ങനെ മാറി വരുന്നുണ്ട്. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ. കാരമൽ ചെയ്യുമ്പോൾ മീഡിയം ഫ്ലെയിമിലും വെക്കേണ്ട. കാരണം മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കാരമൽ ആയി കിട്ടും. പക്ഷെ ആ ഒരു കാരമലിന് ഒരു കയ്പ്പ് രുചി കൂടുതലായിരിക്കും, അതായത് ഒരു കരിഞ്ഞ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ചെറിയ തീയിൽ കുറച്ച് കൂടുതൽ സമയം എടുത്ത് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കിട്ടുക. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ. ഇപ്പോൾ കാരമൽ അത്യാവശ്യം നല്ലൊരു കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്കൊരു 1/4 കപ്പ് ബട്ടർ ചേർത്ത് കൊടുക്കണം. 1/4 കപ്പ് എന്ന് പറയുമ്പോൾ ഒരു 57 ഗ്രാം ഉണ്ടാവും കേട്ടോ. കറക്റ്റ് കണക്ക് പറയുകയാണെങ്കിൽ ബട്ടർ എടുക്കുന്ന സമയത്ത് സാൾട്ടഡ് ബട്ടർ ആണെങ്കിൽ അത് എടുക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ അൺസാൾട്ടഡ് ബട്ടർ ആയാലും കുഴപ്പമില്ല. ഇതിപ്പോൾ ഉപ്പില്ലാത്ത ബട്ടറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ചെറിയൊരു ഉപ്പ് ടേസ്റ്റ് വരുമ്പോഴായിരിക്കും നമ്മൾ കാരമൽ സോസ്, അതായത് ബട്ടർ സ്കോച്ച് സോസിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ബട്ടർ ചേർത്ത് നന്നായിട്ട് മെൽട്ടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചായി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് ചെറിയ തീയിൽ വെച്ച് കൊടുത്താൽ മതി. വിപ്പിംഗ് ക്രീം അല്ലാന്നുണ്ടെങ്കിൽ ഫ്രഷ് ക്രീം ആണെങ്കിലും മതി കേട്ടോ. ക്രീം ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്താൽ ഗ്യാസ് ഓഫ് ചെയ്യുക. ഈ സമയത്ത് ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർക്കുന്നുണ്ട്, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ. ബട്ടർ സ്കോച്ച് എസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു 2 തുള്ളി ചേർത്താലും മതിയാകും. ഇതിപ്പോൾ കാണുന്ന സമയത്ത് കുറച്ച് വെള്ളം പോലെ തോന്നും, കുഴപ്പമില്ല. അത്യാവശ്യം ഒന്ന് തണുത്ത് കഴിയുന്ന സമയത്ത് നല്ലൊരു കട്ടിയായിട്ട് വരും. ഇപ്പോൾ ഇത് കണ്ടോ, കുറച്ച് തണുത്തിരിക്കുന്ന സമയമാണ്, കുറച്ചും കൂടെ നല്ലൊരു കട്ടിയായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ആദ്യം ചേർത്തിട്ടുള്ള ഒരു ബദാം മിക്സിൻ്റെ എസൻസ് ഉണ്ടല്ലോ, അത് ഞാൻ ഒരു 2 തുള്ളി കൂടെ ഈ സമയത്ത് ചേർക്കുന്നുണ്ട്. വേണമെങ്കിൽ ചേർത്താൽ മതി. നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മൾ ഈ ഒരു സോസിന് ഉണ്ടാവുക. അതുപോലെ തന്നെ ചെറിയൊരു യെല്ലോ കളറും കിട്ടും. നമ്മുടെ ഈ ഒരു കേക്ക് ബട്ടർ സ്കോച്ച് ആൽമണ്ട് കേക്ക് ആയതുകൊണ്ട് കേട്ടോ. അപ്പോൾ ബട്ടർ സ്കോച്ച് സോസ് റെഡി ആയിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തത് കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് കാഷ്യൂ ഒന്ന് വറുത്ത്, അതുപോലെ തന്നെ കുറച്ച് കാരമൽ കാഷ്യൂ ആക്കി എടുക്കാനുണ്ട്, പ്രളയം റെഡിയാക്കാനുണ്ട്. അതിനായിട്ട് ഒരു 1/4 കപ്പ് കാഷ്യൂവും അതുപോലെ തന്നെ 1/4 കപ്പ് ബദാമും ചേർത്തിട്ടുണ്ട്. ബദാം ഇല്ലെങ്കിൽ കുഴപ്പമില്ല, കാഷ്യൂ കൂടുതൽ എടുത്താൽ മതി. ഉണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, ഒരു പച്ചച്ചവ മാറാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് വറുത്തെടുത്തിട്ടുള്ള ഈ കാഷ്യൂം ബദാമും കൂടെ ഒന്ന് ചെറുതായിട്ട് പൊടിച്ചെടുക്കണം. മിക്സിയിലിട്ട് പൊടിക്കേണ്ട, ചെറിയ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതിക്കുന്ന കല്ല് വെച്ച് പൊടിച്ച് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇത് കാരമൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാര ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം. ആദ്യം ചെയ്തതുപോലെ തന്നെ വളരെ ചെറിയ തീയിൽ വെച്ച് കൊടുത്ത് പഞ്ചസാര ഈ ഒരു രീതിയിൽ കറുത്ത ഒരു കളർ, ഏകദേശം കാരമൽ കളറായി വരുന്ന സമയത്ത് കറക്റ്റ് ശ്രദ്ധിച്ച് നിൽക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് മൊത്തത്തിൽ മാറും. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഈ സമയത്ത് ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. സാൾട്ടഡ് ബട്ടർ ആണെങ്കിൽ അതെടുക്കുക. ഇതിപ്പോൾ അൺസാൾട്ടഡ് ബട്ടർ തന്നെയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ നന്നായിട്ട് മെൽട്ടായി വന്നിട്ടുള്ള സമയത്ത് ഇതിലേക്ക് പൊടിച്ചു വെച്ചിട്ടുള്ള കാഷ്യൂ ബദാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഈ സമയത്ത് വളരെ ചെറിയ തീയിൽ വെച്ചാൽ മതി. ഇനി മിക്സായി കഴിയുന്ന സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്യുക. പെട്ടെന്ന് തന്നെ ഇതൊരു ബട്ടർ പേപ്പറിലേക്കോ അല്ലെങ്കിൽ ഒരു അലുമിനിയം ഫോയിൽ പേപ്പറിലേക്കോ, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ടൈലുള്ള ഭാഗത്തേക്ക് എവിടെയെങ്കിലും കുറച്ച് എണ്ണ തടവിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. കാരണം ഇത് പെട്ടെന്ന് തന്നെ സെറ്റാവും. ഞാനിപ്പോൾ ബട്ടർ പേപ്പറിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് അതിലാണ് വെച്ച് ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം ഈ നിൽക്കുന്ന സമയം കൊണ്ട് തന്നെ ഇത് സെറ്റാവാനായിട്ട് തുടങ്ങും. അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ടൊന്ന് കാണാൻ കുറച്ചൊന്നങ്ങ് പരത്തി കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറി തണുത്ത് വരണം. നന്നായിട്ട് തണുത്ത് വന്നാൽ മാത്രമേ ഇതുപോലെ നമുക്കിങ്ങനെ അടർത്തി എടുക്കാനായിട്ട് പറ്റുള്ളൂ, അല്ലെങ്കിൽ കറക്റ്റ് കിട്ടില്ല. ഇനി ഇതുപോലത്തെ ചെറിയ ചെറിയ പീസാക്കി ഇത് പൊട്ടിച്ചെടുക്കാം. ഇതിൽ നിന്നും കുറച്ച് പീസ് നമുക്ക് മാറ്റി വെക്കാം അലങ്കരിക്കാൻ. ബാക്കിയുള്ളത് ഒരു സിബ്ലോക്ക് ബാഗിലോ അല്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതിക്കുന്ന ഒരു കല്ലിൽ വെച്ചിട്ടോ എങ്ങനെയെങ്കിലും ഒന്നങ്ങ് പൊടിച്ചെടുക്കണം. ഒരുപാട് മിക്സിയിലൊക്കെ ഇട്ട് പൊടിച്ച് ചെറുത് പൊടിയാവണ്ട, ഇതുപോലെ അങ്ങ് ചതച്ച് ചെറുതാക്കി എടുക്കാം. റെഡിയാക്കിയിട്ടുള്ള ഇതും ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനൊരു 1.25 കപ്പ് മാക്ടോപ്പിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1.25 കപ്പ് എന്ന് പറയുമ്പോൾ കുറച്ച് കൂടുതൽ അളവിൽ ക്രീം ചെയ്യാനുണ്ടാവും. നിങ്ങൾക്ക് വളരെ കുറഞ്ഞ രീതിയിൽ ക്രീം മതി എന്നുണ്ടെങ്കിൽ ഒരു 1.5 കപ്പ് തന്നെ മതിയാവും കേട്ടോ. ക്രീം ഈ ഒരു രീതിയിലാവുന്ന സമയത്തേക്ക് ഇതിലേക്ക് ഞാൻ ഒരു ഇത്തിരി യെല്ലോ കളർ ചേർക്കുന്നുണ്ട്. മഞ്ഞ ജെൽ കളറാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ക്രീമിന് ചെറിയൊരു യെല്ലോയിഷ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചേർക്കുന്നത്. ഇതുകൂടെ ചേർത്ത് ക്രീം റെഡിയാക്കി ഒരു സൈഡിലേക്ക് എടുത്തു വെക്കാം. ഇനി ആദ്യം റെഡിയാക്കി എടുത്തിട്ടുള്ള കേക്കിനെ ഒരു 3 ഭാഗമായിട്ട് മുറിച്ചെടുക്കണം. നിങ്ങൾക്ക് എങ്ങനെയാണോ മുറിക്കാൻ സൗകര്യം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഒരേ അളവിൽ 3 ഭാഗമായിട്ട് മുറിച്ചിട്ടുള്ള കേക്ക് പീസുകളാണിത്. ഇതൊരു സൈഡിലേക്ക് എടുത്തു വെക്കാം.
ഇനി സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ബേസിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കുക. ഫസ്റ്റ് ലെയർ കേക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിക്കണം. ഷുഗർ സിറപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് പഞ്ചസാരയും കുറച്ച് വെള്ളവും കൂടെ തിളപ്പിച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ള വെള്ളമാണ്. അത്യാവശ്യം ഒഴിച്ചു കൊടുക്കണം. അതിന് മുകളിലേക്ക് വിപ്പിംഗ് ക്രീം, പിന്നെ കുറച്ച് ബട്ടർ സ്കോച്ച് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള സോസ് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഒഴിക്കാം. അതിൻ്റെ മുകളിലേക്ക് റെഡിയാക്കിയിട്ടുള്ള കാഷ്യൂ ബദാമിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുക. ഇനി അടുത്ത ലെയർ കേക്ക് വെച്ചിട്ട് അതുപോലെ തന്നെ ഷുഗർ സിറപ്പ് ഒഴിക്കണം. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ചൊരു പിങ്ക് കളറുള്ള ക്രീമാണ് കേട്ടോ ചേർക്കുന്നത്. നിർബന്ധമൊന്നുമില്ല, ബട്ടർ സ്കോച്ച് കേക്കിന് അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ മുറിക്കുന്ന സമയത്ത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ചൊരു പിങ്ക് കളർ ആക്കിയെന്നുള്ളൂ. നമ്മൾ വിപ്പിംഗ് ക്രീമിലേക്ക് ഒരു ഇത്തിരി പിങ്ക് കളർ ചേർത്തു. പിന്നെ ഷുഗർ സിറപ്പ് ഒഴിക്കുന്ന സമയത്ത് അത്യാവശ്യം വേണം കേട്ടോ, അല്ലെങ്കിൽ കേക്കിന് ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല. ഇനി നന്നായിട്ട് ഷേപ്പാക്കി എടുക്കാം. ഷേപ്പാക്കി എടുത്തിട്ടുള്ള ഈ ഒരു കേക്കിന് ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രീസറിൽ വെക്കുകയാണെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ സൈഡ് ഭാഗത്ത് ആ റെഡിയാക്കി വെച്ചിട്ടുള്ള കാഷ്യൂ ബദാമിൻ്റെ ഒക്കെ കാരമൽ മിക്സ് സൈഡിലൂടെ കുറച്ചിങ്ങനെ വെച്ച് കൊടുക്കുക. അത്യാവശ്യം മുകളിലേക്ക് എത്തണ്ട. ഇനി ഇതിൻ്റെ സൈഡിലൂടെ റെഡിയാക്കിയിട്ടുള്ള കാരമൽ സോസ് ഉണ്ടായിരുന്നല്ലോ ബാക്കിയുള്ളത്, അത് ഇതുപോലെ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ ചുറ്റുഭാഗത്തും ഒരു 2-3 റൗണ്ട് അതുപോലെ തന്നെ കൊടുക്കാം. മൊത്തത്തിൽ കൊടുക്കുന്നില്ല, ഒരു സെൻറ്റർ ഭാഗം ഒരു ഇത്തിരി ഒഴിവാക്കിയിടാം. ഒരു ഐസിങ് ബാഗിലേക്ക് കുറച്ച് ആദ്യം റെഡിയാക്കിയിട്ടുള്ള മഞ്ഞ കളറുള്ള വിപ്പിംഗ് ക്രീം ഒരു സൈഡിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആ വിപ്പിംഗ് ക്രീമിൽ തന്നെ കുറച്ചൊരു പീച്ച് കളർ ചേർത്തിട്ടുള്ള ക്രീമും ഒരു സൈഡിലേക്ക് വെച്ച് കൊടുക്കുക. 2 കളറുള്ള പൂവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതൊരു നിർബന്ധമില്ല, വേണമെങ്കിൽ മാത്രം മതി. പിന്നെ ഒരിക്കലും ഡാർക്ക് കളറുകളൊന്നും ബട്ടർ സ്കോച്ച് കേക്കിലേക്ക് എടുക്കാത്തതായിരിക്കും നല്ലത്. ഇതുപോലെ കുറച്ചായിട്ട് ചുറ്റിച്ചു കൊടുക്കാം. ഈ ഒരു പൂവിൻ്റെ സൈഡിലൂടെ നമ്മൾ ആദ്യം റെഡിയാക്കിയിട്ടുള്ള പ്രളയൻ്റെ ചെറിയ ചെറിയ പീസുകൾ ഒരു ഭംഗിക്ക് വേണ്ടി വെച്ച് കൊടുക്കാം. ഈ കേക്കിന് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ കേക്കിൻ്റെ താഴ്ഭാഗത്ത് ഞാൻ ചെറിയൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ, പക്ഷെ അത് അത്രയ്ക്കൊരു ഭംഗിയല്ല ഈ ഒരു കേക്കിന്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ കാണിക്കാതിരുന്നത്. ബോർഡർ ഇല്ലാത്തതാണ് ബട്ടർ സ്കോച്ച് കേക്കിന് നല്ലത് എന്ന് തോന്നുന്നു. അപ്പോൾ ഈ കേക്ക് ഞാനിപ്പോൾ കട്ട് ചെയ്ത് കാണിക്കുന്നില്ല, കാരണം ഇത് ഹസ്ബൻഡ് ഓഫീസിലേക്ക് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കേക്കായിരുന്നു. അപ്പോൾ അവിടുന്ന് അവർ കട്ട് ചെയ്തിട്ടുള്ള ഒരു ചെറിയ ക്ലിപ്പാണിത്. ശരിക്കും നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്ക് തന്നെയാണ്. അപ്പം ഈ ഒരു രീതിയിൽ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യേണ്ട കാര്യം ഷെയർ ചെയ്യേണ്ട കാര്യം മറക്കരുതേ. താങ്ക്